മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്നലത്തെ രണ്ടാമത്തെ പ്രഭാഷണം കായംകുളത്ത് മുതുകുളം ക്ഷേത്രത്തിലായിരുന്നു. എല്ലാ വിഭാഗം ഹിന്ദുക്കളും അവിടെ സന്നിഹിതരായിരുന്നു. ശ്രീനാരായണ ഗുരുദേവന്റെ ഉജ്ജ്വലമായ ചൈതന്യം പ്രസരിക്കുന്ന ദേവീക്ഷേത്രം. നല്ല ഒരു ഭാഗവത ആചാര്യൻ അവിടെ ഭാഗവതം വായിക്കുന്നുണ്ടായിരുന്നു. ആ ഭാഗവത സപ്താഹത്തോടനുബന്ധിച്ച് ലഭിച്ച സമയം ഉപയോഗിക്കാനാണ് അവിടെ ചെന്നത്. ശരിക്ക് നമ്മൾ എന്താണ് പഠിക്കേണ്ടത് എന്ന് പ്രിന്റഡ് നോട്ട് കയ്യിൽ കൊടുത്ത് പുരാണങ്ങൾ എങ്ങനെയാണ് വിശകലനം ചെയ്യേണ്ടത്, അതിലെ ഓരോ കഥയിൽ നിന്നും ഇന്നത്തെ ലോകത്തിന് ആവശ്യമായിട്ടുള്ള സന്ദേശം എങ്ങനെയാണ് എടുക്കേണ്ടത് എന്ന് ഉദാഹരണ സഹിതം വിവരിക്കേണ്ടായി. എന്നിട്ട് മഹാഭാരതത്തെക്കുറിച്ച് പറഞ്ഞു. അതിലെ കഥകൾ മൃഗങ്ങളുടെ കഥകളും പിന്നെ പാണ്ഡവരുടെയും കൗരവരുടെയും ജീവിതാനുഭവങ്ങളും വിവരിച്ച് അതിൽ നിന്ന് നമ്മുടെ ഇന്നത്തെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള അനുഭവങ്ങൾ എങ്ങനെയാണ് എടുക്കേണ്ടത് എന്ന് വിവരിച്ച് മൂന്നാമത്തെ ലെവലിലേക്ക് നമ്മൾ ഓരോരുത്തരും ഉയരുമ്പോൾ വാൽമീകി രാമായണം 24,000 ശ്ലോകത്തിലൂടെ എങ്ങനെയാണ് വാൽമീകി മഹർഷി ഒരു കാട്ടാളനായി ജനിച്ച കാട്ടാളന്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരുന്ന ആ വ്യക്തിയിലെ മാറ്റം വന്നാൽ എങ്ങനെ ഒരു മഹർഷിയായി മാറും. വ്യക്തിയിലെ മാറ്റം ശരീരത്തിലെ മാറ്റമല്ല, മനസ്സിലെയും ചിന്തകളിലെയും ബുദ്ധി വൈഭവത്തിൻ്റെയും മാറ്റങ്ങളാണ്. അങ്ങനെ ഒരു കാട്ടാളനെ എത്ര പേര് കണ്ടു പേടിച്ചിരുന്നോ അതേ കാട്ടാളൻ തപസ് ചെയ്ത് വാൽമീകി മഹർഷിയായി മാറിയപ്പോൾ എത്രയാ വലിയ ആരാധക വൃന്ദം നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഇന്നും വാൽമീകിയുടെ തലമുറയിൽപ്പെട്ടവരെന്ന് പറഞ്ഞ് ധാരാളം വ്യക്തികൾ ബീഹാറിലും ഉത്തർപ്രദേശിലും ഛത്തീസ്ഗഡ് തുടങ്ങിയ പ്രദേശത്തുമുണ്ട്. അവർ ചിലപ്പോൾ കേരളത്തിലേക്ക് വരാറുണ്ട്. അവരെ തന്നെ വാൽമീകി എന്നാ പറയുക. അപ്പോ വാൽമീകി ഒരു കാട്ടാളനിൽ നിന്ന്, രത്നാകരൻ കാട്ടാളനിൽ നിന്ന് വാൽമീകിയായി മാറി ബുദ്ധി വൈഭവത്തിന്റെ അകത്തുള്ള അറിവിന്റെ ബഹിസ്ഫുരണം എന്ന രീതിയിൽ അകത്ത് നിലനിന്ന അറിവിന്റെ ബഹിസ്ഫുരണം. യഥാർത്ഥത്തിൽ വാൽമീകി മഹർഷിയുടെ ഗുരു ആരാണെന്ന് അറിഞ്ഞൂടാ. വാൽമീകി മഹർഷിക്ക് സംസ്കൃതം പഠിപ്പിച്ചത് ആരാണെന്ന് അറിഞ്ഞൂടാ. വാൽമീകി മഹർഷിക്ക് ഇത്രയും ഒരു ഗ്രാമർ തെറ്റ് പോലും ഇല്ലാതെ അത്യുജ്വലമായിട്ടുള്ള സംസ്കൃത ഭാഷാ പ്രയോഗത്തിലൂടെ 24,000 ശ്ലോകങ്ങളുള്ള രാമചരിതം എങ്ങനെയാണ് എഴുതാൻ സാധിച്ചത് അത് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ എല്ലാ മനുഷ്യരിലും അറിവ് അകത്ത് ഉറങ്ങിക്കിടക്കുന്നുണ്ടെന്ന് സ്വാമി വിവേകാനന്ദന്റെ വരികൾ, എഡ്യൂക്കേഷൻ ഈസ് നത്തിങ് ബട്ട് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ദ നോളജ് വിച്ച് ഈസ് ഓൾറെഡി പ്രസന്റ് ഇൻ യു. നമ്മളിലുള്ള അറിവിന്റെ ശരിക്കുള്ള ഒരു പ്രകടനമാണ്, പ്രദർശനമാണ് എഡ്യൂക്കേഷനിലൂടെ സാധിക്കേണ്ടത് എന്ന് പറഞ്ഞ ആ സ്വാമി വിവേകാനന്ദന്റെ വരികൾ അന്വർത്ഥമാക്കുന്ന വിധത്തില് ശരിക്ക് ധന്യമായിട്ടുള്ള ഒരു ഉജ്ജ്വലമായിട്ടുള്ള കർമ്മമണ്ഡലത്തില് പ്രവർത്തിച്ച് ശ്രീരാമനുമായി ബന്ധപ്പെട്ട 20 വ്യക്തികളുടെ ജീവിതാനുഭവങ്ങൾ പദാനുപദം എഴുതിയപ്പോൾ അതിനകത്തെ കഥകളില്ല. അതിനകത്ത് നമ്മളുടെ ഇന്നത്തെ കാലഘട്ടത്തിലെ ജീവിതത്തെ ധന്യമാക്കാൻ ആവശ്യമായിട്ടുള്ള മനസ്സിലെ തിന്മകൾ വെച്ചുകൊണ്ടിരുന്നവർക്ക് എന്ത് സംഭവിച്ചു, മനസ്സിലെ നന്മകൾ നിറയ്ക്കുന്നവർക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് വേർഡ് ബൈ വേർഡ് ഒരു സിനിമയിലൂടെയോ സീരിയലിലൂടെയോ നമ്മൾ കാണുന്ന മാതിരി വാൽമീകി രാമായണം പഠിക്കാനായിട്ട് നമ്മൾ ഇറങ്ങി പുറപ്പെട്ടാൽ നമുക്ക് കാണാനും കേൾക്കാനും സാധിക്കുന്നത് ജീവിതാനുഭവങ്ങളാണ്. ഓരോ മനുഷ്യനും വളരെ പണ്ട് ജീവിച്ചിരുന്നവരുടെ ജീവിതാനുഭവങ്ങളിൽ നിന്നും, ഫാർ പാസ്റ്റില് ജീവിച്ചിരുന്നവരുടെ ജീവിതാനുഭവങ്ങളിൽ നിന്നും, നിയർ പാസ്റ്റില് ജീവിച്ചിരുന്നവരുടെ ജീവിതാനുഭവങ്ങളിൽ നിന്നും, പ്രസന്റിൽ ജീവിച്ചിരുന്നവരുടെ ജീവിതാനുഭവങ്ങളിൽ നിന്നും നല്ല വരികളും അനുഭവങ്ങളും എടുത്ത് ഇന്നത്തെ ജീവിതത്തെ കൂടുതൽ കൂടുതൽ ധന്യമാക്കുന്ന വിധത്തിൽ ഒരു ജീവിതമാണ് നയിക്കേണ്ടത് എന്ന് വിവരിച്ച വലിയ സദസ്സിൽ എല്ലാ വിഭാഗക്കാരുണ്ടായിരുന്നു. സാധാരണ ശ്രീനാരായണ ധർമ്മപ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട നാരായണീയരുടെ അമ്പലങ്ങളിൽ ഒരു സമുദായത്തിലുള്ള ആൾക്കാരാണ് കൂടുതലായിട്ട് വരിക. ഇവിടെ അങ്ങനെയല്ല. എല്ലാ വ്യക്തികളും, എല്ലാ വിഭാഗക്കാരും, ക്രൈസ്തവരും മുസ്ലിങ്ങളും ഉൾപ്പെടെ ധാരാളം CPM-കാരുണ്ടായിരുന്നു. ഞാനത് എടുത്തു പറയാൻ കാരണം ഒരു നെഗറ്റീവല്ല, അഭിമാനം തോന്നുന്ന പോസിറ്റീവ് ആയതുകൊണ്ടാണ് ഞാനത് എടുത്തെടുത്ത് പറയുന്നത്. അങ്ങനെ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുന്ന സ്ഥലത്തെ കാര്യമേ ഞാൻ പറയാറുള്ളൂ. കാരണം ഇതിനൊക്കെ പുച്ഛിച്ചും എതിർത്തും
ധാർഷ്ട്യത്തോടുകൂടി നിരാകരിച്ചും പോയവരിലുണ്ടാവുന്ന മാറ്റം ദൂരെ മാറി നിന്നിട്ടാണെങ്കിലും നിങ്ങളെ അറിയിക്കണം. ഒരു കർട്ടൻ പുറകിലിട്ട് മുറിയിലകത്തിരുന്നു കൊണ്ടാണെങ്കിലും നിങ്ങളെ അറിയിക്കണം. പൊതുവേദികളിൽ ഓരോ ദിവസവും 2ഉം 3ഉം പ്രഭാഷണങ്ങൾ 1000ഉം 1500ഉം പേർക്ക് കൊടുക്കുമ്പോൾ അത് ഏതെങ്കിലും വ്യക്തിയോട് വാദിച്ച് ജയിക്കാനോ അയാളെ തോൽപ്പിക്കാനോ ഇങ്ങനെ നിരന്തരം പറയുന്ന കുറ്റമാരോപണത്തിന് മറുപടി കൊടുക്കാനോ അയാളുടെ മുമ്പിൽ ഞാൻ ജയിച്ചു എന്ന് വരുത്താനോ അല്ലെങ്കിൽ നാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ വാദിക്കാനും ജയിക്കാനും ശ്രമിച്ച് യൂട്യൂബിലൂടെ ഞാൻ ജയിച്ചു എന്ന് വരുത്താനോ താല്പര്യം ഇന്നുമില്ല, പണ്ടുമില്ല, ഇനിയും ജീവിതത്തിൽ ഉണ്ടാവില്ല. മറിച്ച് അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ നാടിൻ്റെ പൈതൃകം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച വിധത്തിലും ഇന്നത്തെ കാലഘട്ടത്തിൽ യോജിക്കുന്ന വിധത്തിലും അവരെ അറിയിക്കുക. അങ്ങനെ വാൽമീകി രാമായണം അടിമുടി പുതിയതായിട്ട് വ്യാഖ്യാനം ചെയ്ത് കൊടുത്തപ്പോൾ ആ സദസ്സിലുള്ള ഓരോ വ്യക്തിയും ഒരു അസാധാരണമായിട്ടുള്ള മാറ്റത്തിന് വിധേയമായതായിട്ട് അവരും പറഞ്ഞു, ഞങ്ങൾക്ക് അനുഭവപ്പെടുകയും ചെയ്തു. എന്നിട്ട് വേദത്തെക്കുറിച്ച് പറഞ്ഞു. ഇവിടെ സവർണനെന്നോ അവർണനെന്നോ ഉണ്ടായിരുന്നില്ല. ഒരു പക്ഷേ കുറച്ച് ബ്രാഹ്മണര് അവരുടെ കയ്യിൽ നിന്ന് വേദം പുറത്തേക്ക് പോകരുതെന്ന് ധരിച്ചിട്ടോ വേദം തെറ്റായിട്ട് വ്യാഖ്യാനിക്കപ്പെടരുത്, വായിക്കപ്പെടരുതെന്ന് ധരിച്ചിട്ടോ ആ വേദത്തിന് കടുകിട നിയമവ്യത്യാസം വരാതെ പഠിപ്പിച്ച് പ്രചരിപ്പിക്കാൻ സാധിക്കണം. അതെല്ലാവരും വായത്തോന്നിയമായി വായിക്കരുതെന്ന് ധരിച്ചിട്ടോ വേദം പഠിക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്, വേദം പഠിക്കണമെന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, വേദം പഠിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല. വേദം പഠിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല. ആ വേദത്തിലുള്ളത് മാനവരാശിക്ക് ആവശ്യമായിട്ടുള്ള സന്ദേശങ്ങൾ മാത്രമാണ്. അതിൽ മനസ്സ്, ശരീരം, കുടുംബം, സംസ്കാരം, സമൂഹം, രാഷ്ട്രം, ഈ 6 എണ്ണവും അതുമായി ബന്ധപ്പെട്ട സർവചരാചരങ്ങൾക്കും സ്ഥിരവും ശാശ്വതവുമായ നന്മ വരുത്താനുള്ള ധന്യമായിട്ടുള്ള സന്ദേശങ്ങളാണ് ഉള്ളതെന്നും അത് വേദത്തെ 4ആയി പകുത്തത് മുക്കുവ സ്ത്രീയിൽ ജനിച്ച കൃഷ്ണദ്വൈപായനാണെന്നും നമ്മുടെ ആചാരങ്ങൾ എഴുതിയത് കൊശവകുലത്തില് ഇതര എന്ന വേശ്യാസ്ത്രീയിൽ ജനിച്ച മഹീദാസ് ഐതരേയൻ എന്ന ഉജ്ജ്വലനായ മഹർഷിയാണെന്നും അതുകൊണ്ട് ഇവിടെ ജാതിയോ മതത്തിൻ്റെയോ ഇസത്തിൻ്റെയോ വർഗവർണ്ണ ഭാഷാ വ്യത്യാസത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ വേദം പഠിക്കാവുന്നവര് പഠിക്കാൻ പാടില്ലാത്തവര് എന്ന് തിരിച്ചിട്ടില്ല. വേദം പഠിച്ചവന്റെ പേരാണ് ബ്രാഹ്മണൻ. ബ്രാഹ്മണനെ വേദം പഠിക്കാവൂ എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ബ്രഹ്മജ്ഞാനേന ഏവ ബ്രാഹ്മണ എന്ന് വളരെ വ്യക്തമായി പറഞ്ഞു കൊടുത്ത് എല്ലാവരോടും വേദം പഠിക്കണമെന്ന് പറഞ്ഞിട്ട് അവർക്ക് വേദം പഠിക്കാനുള്ള സീഡികളും പുസ്തകങ്ങളും കൊടുത്തിട്ട് പിന്നെ വേദം കേൾക്കാൻ ഋഗ്വേദത്തിൻ്റെയും യജുർവേദത്തിൻ്റെയും സാമവേദത്തിൻ്റെയും അഥർവവേദത്തിൻ്റെയും 4 വേദത്തിൻ്റെയും സീഡികൾ അവർക്ക് കൊടുത്ത് അവരുടെ മനസ്സിൽ ഒരു അസാധാരണ മാറ്റം 2 മണിക്കൂർ ക്ലാസ്സിൽ വരുത്താൻ സാധിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അല്പസ്വല്പം രാഷ്ട്രീയവും പറഞ്ഞിരുന്നു. ഇന്ന് ഹൈന്ദവ ജനതയ്ക്കെതിരെ നടക്കുന്ന ശരിക്കും പ്ലാൻ ചെയ്ത പ്രവർത്തികൾ ഈ കേരളത്തിൽ ഭരിക്കുന്നവരും പ്രതിപക്ഷത്തുള്ളവരും ഹിന്ദുക്കൾക്കെതിരെ, ശബരിമലയ്ക്കെതിരെ, ശബരിമലയിലെ വരവിന് ചൂഷണം ചെയ്തുകൊണ്ടും ആ ക്രിട്ടിക്കൽ ടൈമിൽ അവിടെ അപ്പമില്ലാതെയാക്കി അവിടെ പ്രശ്നമുണ്ടാക്കാനും അങ്ങനെ ഓരോ തലത്തിലും ഹൈന്ദവ ജനത മുഴുവനും RSSകാരും BJPക്കാരുമാണെന്ന് തെറ്റിദ്ധരിച്ച് ഹിന്ദുവിനെതിരെ ആഞ്ഞടിച്ചാൽ RSSകാരും BJPക്കാരും തോറ്റുകൊള്ളും എന്ന് വിചാരിച്ച് ഹൈന്ദവ പൈതൃകത്തെ മൊത്തത്തിൽ കാടടച്ച് വെടിവെക്കുന്ന ഒരവസ്ഥയും ഓരോ ഹൈന്ദവ ധർമ്മ പ്രവർത്തകന് നേരെ കേസെടുക്കുകയും എന്നിട്ട് അവരെ ബ്ലോക്ക് ചെയ്യുകയും എല്ലാം ചെയ്യുന്ന വിധത്തിൽ കാര്യങ്ങൾ പോകുന്നതിൻ്റെ ഉദാഹരണങ്ങൾ 1, 2, 3, 4, 5 എന്ന് എണ്ണി മതേതരത്വത്തിൻ്റെ പേരിൽ ഹിന്ദുവിനെ മാത്രം അധിക്ഷേപിക്കുകയും ആക്ഷേപിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്ന ആ കർത്തവ്യം അതൊരു ധർമ്മമാണെന്നും അതാണ് പുരോഗമനമെന്നും അതാണ് മതേതരത്വമെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് ഭരണപക്ഷവും പ്രതിപക്ഷവും നടത്തുന്ന ഓരോ കാര്യങ്ങളും എണ്ണി ഈ ശ്രീനാരായണീയരുടെ മുമ്പിലും അവിടെ കൂടിയിരുന്നവരുടെ മുമ്പിലും പറഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ എല്ലാവിധത്തിലുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരും അടുത്തു വന്ന് പറഞ്ഞത്, സർ ഇതുപോലെയുള്ളൊരു പ്രഭാഷണം ഞങ്ങളുടെ അമ്പലത്തിലും വേണം. ഞങ്ങൾ അമ്പലത്തിൽ സാറിൻ്റെ സൗകര്യമുള്ള ദിവസം വേണം. ധാരാളം NSSകാർ വന്നിരുന്നു, അപ്പുറത്ത് ധീവര സഭക്കാർ വന്നിരുന്നു,
പൊതുവായിട്ടുള്ള അമ്പലക്കാർ വന്നിരുന്നു, അതുപോലെ ദേവസ്വം ബോർഡിന്റെ അമ്പലത്തിലുള്ളവർ വന്നിരുന്നു. ഈ പ്രഭാഷണം വേണം, ഏത് ദിവസമാണ് സാറിന് സാധിക്കാം. ഇപ്പൊ സത്യം വെട്ടിത്തുറന്ന് പച്ചയ്ക്ക് പറയുമ്പോൾ, അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ പൈതൃകവും കൂടി ചേർത്ത് പറയുമ്പോൾ, നമ്മുടെ ജനത എത്ര തുറന്ന മനസ്സോടുകൂടി ഇത് സ്വീകരിക്കുന്നു, എത്ര ഗംഭീരമായിട്ടുള്ള മാറ്റത്തിന് വിധേയമാകുന്നു എന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും കാര്യം നിങ്ങളോട് പറഞ്ഞത്. പ്രണാമം, നമസ്കാരം.